അതുപോലെ എല്ലാവർക്കും സന്തോഷമാണോ? ഈ പുതിയ വർഷത്തിൽ എല്ലാവർക്കും സന്തോഷം തന്നെയാണോ? സന്തോഷമില്ലാത്തവരൊന്നുമില്ലേ? എങ്കിലും സന്തോഷിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതായ വേദഭാഗം 1 ശമൂവേൽ 17-ാം അധ്യായം 47-ാമത്തെ വാക്യം. 1 ശമൂവേൽ 17-ാം അധ്യായം 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്നു: യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് തരും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവും പരിപാലകനുമായിരിക്കും ഞങ്ങൾ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. നാഥ, കരുണാമനായ കർത്താവേ, ഈ വചനം അങ്ങയുടേത്. വചനം കേൾക്കുന്നതായ പ്രിയമുള്ളവരും അങ്ങയുടേത് കർത്താവേ. വചനം കേട്ട് ഞങ്ങൾ അനുഗ്രഹത്തോടുകൂടി ആയത്തിന് കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ അല്പസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ കൃപയും സാമീപ്യം കൊണ്ട് നിറച്ച് അവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, കൃപയിൽ സൂക്ഷിക്കണം, മാനവും മോശവും എടുക്കണം. സകലവും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഇതാര് പറഞ്ഞതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഇതാര് പറഞ്ഞതാണ്? ദാവീദ് പറഞ്ഞതാണ് ഈ വാക്ക്, അല്ലേ? യഹോവ വാൾ കൊണ്ട് കുന്തം കൊണ്ട് നല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യില് ഏൽപ്പിച്ച് തരും എന്ന് ഒരു ഉറച്ച വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ദാവീദിനുണ്ടായിരുന്നു. നോക്കണം, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നവരാണ് ശൗലാണ്. ശൗലാണ് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നു. എന്നാല് ഇവിടെ നമ്മള് ദിവസം പഠിക്കുമ്പോൾ ഇശായി എന്ന് പറയുന്ന മനുഷ്യന് 8 മക്കളുണ്ടായിരുന്നു. എത്ര മക്കള്? 8 മക്കളുണ്ടായിരുന്നു. 8 മക്കളില് ഏറ്റവും ഇളയ മകനായിരുന്നു ആര്? ദാവീദ്. ഏറ്റവും ഇളയ മകനായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. ദാവീദ് നല്ല ഭംഗിയുള്ളതായ ആ ഒരു ചെറുപ്പക്കാരനായിരുന്നു. കാണാൻ നല്ല സൗന്ദര്യമുള്ള, പവിഴ നിറമുള്ള, അല്ലെ, പവിഴ നിറമുള്ളവനും കോമള രൂപനുമായിരുന്നു എന്നാണ് ദിവസം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉദാഹരണമുണ്ടോ? ഇപ്പോ പവിഴ നിറവും കോമള രൂപനുമായിരുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുകയാണ്. ശൗലിന്റെ കാലത്ത് ഇശായി എന്ന് പറയുന്ന മനുഷ്യൻ പ്രായം ചെന്നു വൃദ്ധനായിരുന്നു. മൂത്തവർ 3 പേർ ചെയ്തു ശൗലിനോട് യുദ്ധത്തിന് വേണ്ടി പോയിരുന്നു. 3 പേര്. ആരൊക്കെയാണ് 3 പേര്? എലിയാവും, അഭിനാദാവും, ശമ്മയും. ഇതാരുടെ മക്കളാണ്? ഇശായിയുടെ മക്കളാണ്, അല്ലേ? 8 മക്കളുണ്ടായിരുന്നു. അതിൽ 3 പേര് യുദ്ധത്തിന് വേണ്ടി പോകും. ഒരു യുദ്ധം നടക്കുമെന്നൊക്കെ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ജയാളിയായ ദാവീദ്. അതാണ് നമുക്ക് നമ്മുടെ ചിന്താ വിഷയം. എന്താണ്? ജയാളിയായ ദാവീദ്. അപ്പോ യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തില് ഒരു മനുഷ്യനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ മനുഷ്യനെ കണ്ടാൽ തന്നെ എന്ത് തോന്നും? ഭയം തോന്നുമായിരുന്നു. ഓക്കെ, 4-ാമത്തെ വാക്യം തൊട്ട് വായിച്ച് 4-ാമത്തെ വാക്യം തൊട്ട്. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു വന്നു. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളതായിരുന്നു. വലിയ നെടുപ്പമുള്ളതായ ഒരു മനുഷ്യൻ, അല്ലേ? എങ്ങനെ വന്നു? അവന് തലയിൽ ഒരു താമ്ര ശിരസ്സുണ്ടായിരുന്നു. താമ്രം, ഏറ്റവും കട്ടിയുള്ളതായ എന്താണ്? കട്ടിയുള്ളതായ ലോകമാണ് താമ്രം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നിർമ്മിച്ചതായ ഒരു വലിയ താമ്ര ശിരസ്സുണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ളതായ ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടതായ
കാൽച്ചട്ടയും ചുമലിലെ താങ്കം കൊണ്ടുള്ളതായ ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പായിരുന്നു. ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ നടന്നു. അവൻ നിന്നു ഇസ്രായേലിനോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് എന്തിന്? ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ്. വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പടയ്ക്കൊഴി നോക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരെങ്കിലും ഇസ്രായേൽ മക്കളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? എന്നോട് യുദ്ധം ചെയ്ത് എന്നെ പരാജയപ്പെടുത്തുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം. ആ വ്യക്തി എന്നെ പരാജയപ്പെടുത്തുമെങ്കിൽ ഞാൻ എന്തായി മാറും? നിങ്ങളുടെ അടിമയായി മാറും. മറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്ന വ്യക്തിയെ ഞാൻ തോൽപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ അടിമയായി മാറണമെന്ന് 40 ദിവസം ചെയ്തു ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. അല്ലെ? ദൈവത്തിന്റെ ജനത്തോട് ചെയ്തു വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. ആ ഭീകരനായ മനുഷ്യരെ കണ്ടപ്പോൾ തന്നെ ചെയ്തു ഇസ്രായേൽ ജനങ്ങള് പേടിച്ച് പിന്മാറുവാൻ തയ്യാറായി നിൽക്കുകയാണ്. യുദ്ധത്തിന് തയ്യാറാകില്ല, അവര് പേടിച്ച് പിന്മാറാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു മലയുടെ ഇപ്പുറത്ത് എന്താ ഗോലിയാത്തിന്റെ സൈന്യവും ആ ഒരു മലയുടെ അപ്പുറം ഭാഗത്ത് ആരും നിൽക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങളും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ആ സമയം എന്ത് ചെയ്തു? 40 ദിവസം ഇങ്ങനെ ചെയ്തു. വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈശായി അറിയാമോ ദാവീദിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് യുദ്ധസ്ഥലത്തേക്ക്. എന്തിനാണ്? ജ്യേഷ്ഠന്മാർക്ക് ആഹാരവും കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞു വിടുകയാണ്. നീ എന്ത് ചെയ്യണം? ഈ ആഹാരങ്ങളും എന്ത് ചെയ്യണം? ജ്യേഷ്ഠന്മാർക്ക് കൊടുത്തിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ ആ അവസ്ഥകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തിരികെ വരണം. നിനക്കൂടെ ഒരു ജോലി ഉണ്ടെന്നാണ് എന്റെ ജോലി. ആടിനെ മേയ്പ്പാണ്, അല്ലെ? ദാവീദിന്റെ കാര്യമാണ് ആടിനെ മേയ്ക്കുന്ന ആരെങ്കിലും ഇപ്പോൾ പവിഴന്തറുള്ളവരായി കാണുമോ? ആടിനെ മേയ്ക്കുന്നവർ പവിഴന്തറുള്ളവരും സുന്ദര രൂപിതായിരുന്നവരും ദാവീദ്, അല്ലേ? നീ പോയിട്ട് ഉടനെ ഓടി വരണം. ഇവിടെ ആളുകൾ വെറുതെ നിൽക്കാണ്. അവരെ മേയ്ക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളത്. നീ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്യണം, പെട്ടെന്ന് മടങ്ങി വരണം എന്ന് പറഞ്ഞു. ദാവീദ് ചെന്നപ്പോൾ സൈന്യം പടയ്ക്കാൻ ആർത്തുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും വലിയൊരു യുദ്ധം നടക്കുവാൻ സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയിൽ എല്ലാവരും ആർത്തുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെയ്യുന്നില്ല, സൈന്യം മുന്നേറുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല, അല്ലേ? പോകാതെ ഇസ്രായേൽ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ അവർ ചെയ്തു ആർപ്പ് വിളിച്ചുകൊണ്ടിരുന്നു. കൊണ്ടുവന്ന ആഹാര സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? പടക്കോപ്പ് സൂക്ഷിക്കാതെ ഏൽപ്പിച്ചു. പട നയിക്കുമ്പോൾ ഇത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരാളുണ്ടായിരിക്കും. അയാളോട് പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന ഈ സാധനങ്ങൾ ചെയ്യണം, നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞു. കൊണ്ടുവന്ന സാധനങ്ങള് പടക്കോപ്പുകാരനെ ഏൽപ്പിച്ചു. എന്നിട്ട് ചെയ്തു? സഹോദരന്മാരോട് കുശലം ചോദിച്ചു. സഹോദരന്മാരുടെ ഉണ്ട്, അല്ലെ? 3 സഹോദരങ്ങളുണ്ട്. അവരോട് കുശലം ചോദിച്ചു, എന്താണ് സംഭവിക്കുന്നത്? എന്ത് ഈ അവസ്ഥ എന്താണ്? എങ്ങനെയാ യുദ്ധത്തിന്റെ ആ സാഹചര്യം എങ്ങനെയാണെന്നൊക്കെ ചെയ്തു ചോദിച്ച് മനസ്സിലാക്കിയാണ്. ആ സമയം അറിയാമോ? 17:23 വാക്യം വായിച്ചേ. അത് ആരും കേൾക്കുന്നിടയായി. ആ വെല്ലുവിളിക്കുന്നതായ ആ ഒരു സാഹചര്യം ദാവീദ് നേരിട്ട് ലൈവായിട്ട് കാണുന്നതൊക്കെ ചെയ്തു ഇടയായി. 40 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരാളെ എന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുക. ദാവീദിനെ കണ്ടല്ല, ഗോലിയാത്തിനെ കണ്ടപ്പോൾ തന്നെ ചെയ്തു പലരും പേടിച്ച് പിന്മാറി നിൽക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഒരാളെ വിടുക. ഞാൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ എന്തിനു ചുമ്മാ എല്ലാവരെയും യുദ്ധം ചെയ്യണം? വേണ്ട, ഒരാളെ ധൈര്യമുള്ള ഒരാളെ നിങ്ങളിലേക്ക് പറഞ്ഞാൽ മതി. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആരും വരുവാൻ തയ്യാറായില്ല. ഈ സമയത്ത് ആരോട് നിൽക്കുകയാണോ? ദാവീദ് നിൽക്കുകയാണ്. ഓർക്കണേ, 17:24-26 ഭാഗം വായിക്കുമ്പോൾ അവനെ കണ്ടപ്പോൾ ഇസ്രായേലിനൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു, അവന്റെ മുമ്പിൽ നിന്ന് ഓടി. എന്നാലേ ഇസ്രായേലിൽ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാനിരിക്കുന്നു. ഇസ്രായേലിനെ പരിഹസിപ്പാൻ വന്നു നിൽക്കുകയാണ്. അവൻ എന്ത് ചെയ്തു? അവനെ കൊല്ലുന്നത് രാജാവിനെയും മഹാസമ്പന്നനാക്കുകയും തന്റെ മക്കളെ അവന് കൊടുക്കുകയും
ഇസ്രായേലിന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്ത് കൊടുക്കും എന്ന് ചോദിച്ചു. അപ്പോഴെന്താ പറഞ്ഞത്? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രഗണ്യനായ ഭൃത്യൻ ഇവൻ ആര് എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ ജനത്തെ നിന്ദിക്കുവാൻ ഇവൻ ആര് എന്ന് ചോദിക്കുവാൻ ഇടയായി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആര് കണ്ടു? ഇവന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ചെയ്തു കാണുവാനിടയായി. അല്ലേ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ യുദ്ധസ്ഥലത്ത് വരുവാൻ തക്ക യോഗ്യതയില്ല. കാര്യം ഇവനൊരു ബാലനാണ്. ഈ യുദ്ധത്തിൽ വരുവാൻ തക്ക യോഗ്യതയില്ല. ഇവനിങ്ങനെ സംസാരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു. മൂത്ത ശ്രമം ചെയ്തു അവനോട് വഴക്ക് പറയുവാൻ തുടങ്ങി. അവനെ 28-ാമത്തെ വാക്യം വായിച്ചേ. അവനോട് അവൻ സംസാരിക്കുന്ന അവന്റെ മൂത്ത ജ്യേഷ്ഠൻ എലീയാവ് കേട്ടു. ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? നീ എന്തിനൂടെ വന്നു? നിനക്കിവിടെ വരേണ്ട ആവശ്യമൊന്നും ചോദിച്ചു. എന്നിട്ടോ മരുഭൂമിയില് കുറെ ആടുള്ള നീ ആരുടെ പക്കൽ ഏൽപ്പിച്ച് പോന്നു? പിന്നെ നിന്റെ അഹങ്കാരവും നിങ്ങളുടെ ഭാവവും എനിക്കറിയാം. പട കാണുവാനല്ലേ നീ വന്നെന്ന് പറഞ്ഞു. നീ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നീ എന്താണ് വന്നത്? നീ പട കാണാനാണ് വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റോട് പറഞ്ഞു പൊയ്ക്കോളെന്ന് പറഞ്ഞു. ഓടിക്കോ, ഇവിടെ നിന്ന് ഓടിക്കുന്നു. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. അവിടെ നീ പറഞ്ഞു നീ ഓടിക്കോ എന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞത് ശൗലിനെ അറിവ് കിട്ടി. ദാവീദ് പറഞ്ഞതായി ഈ കാര്യം ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ ആഗ്രഹീയ ഫെലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു. അത് ചെവിയിലെത്തി. ശൗലിന്റെ ചെവിയിലെത്തി. അത് ആരാണെന്ന് അറിയുവാൻ തക്കവണ്ണം ശൗലിന് ആവേശമായി. അവൻ ആവേശമായി. അല്ലേ? 1 ശമൂവേൽ 17:32-33 വാക്യം വായിച്ചേ. 32-33 വരെ. ദാവീദ് ശൗലിനോട് ഇവന്റെ നിമിത്തം ആരും വേണ്ട, ധൈര്യപ്പെടേണ്ട, ഇവരെ കണ്ട് ആരും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പെരുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട് ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പെരുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നീ ഒരു ബാലൻ മാത്രമാണ്. അവൻ ബാല്യം മുതൽ തന്നെയാണ് ഒരു നല്ല യോദ്ധാവാണ്. അല്ലേ? അവൻ ബാല്യം മുതൽ തന്നെയാണ് നല്ലൊരു യോദ്ധാവാണ്, ഒരു യുദ്ധവീരനാണ്. അവനോട് മത്സരിച്ച് ജയിപ്പണ്ടാക്കണം നിനക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒരു കഥ പറയുകയാണ്, ഒരു സന്ദർഭ കഥ പറയുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും എന്ത് ചെയ്തു? വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് എന്ത് ചെയ്തു? പിടിച്ച് അതിന്റെ വായിൽ നിന്ന് ആടിനെ എന്ത് ചെയ്തു? വിടുവിച്ചു. അതിന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താഴേക്ക് പിടിച്ച് ചെയ്തു അടിച്ചു കൊന്നു. താഴേക്ക് പിടിച്ച് അടിച്ചു കൊന്നു കളഞ്ഞു എന്ന് പറയുകയാണ്. പിന്നെന്താ പറഞ്ഞത്? സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രഗണ്യനായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയും ആകും. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെയും രക്ഷിക്കും എന്ന് പറഞ്ഞു. അല്ലേ? അങ്ങനെ ഒരു വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ദാവീദിനുണ്ടായി. അല്ലേ? ഈ പ്രതിസന്ധി തരണം ചെയ്യുവാൻ തക്കവണ്ണം എന്ത് ചെയ്യും? ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ളതായ ഒരു ഉറച്ച തീരുമാനം ആർക്കുണ്ടായിരുന്നു. ഒരു തീരുമാനം നമുക്കും ആവശ്യമാണ്. ഏത് പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവത്തിന്റെ സാമീപ്യം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളതായ ഒരു ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അതാണ് ആരെ രക്ഷിച്ചത്? ദാവീദിനെ രക്ഷിച്ചെന്ന് കാണുവാൻ സാധിക്കും. ഒരു ഉറച്ച തീരുമാനം. നമ്മള് പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോകരുത്. കാര്യം എന്നോട് കൂടെ എന്റെ ദൈവം ഉണ്ട് എന്നുള്ളതായ ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടായിരിക്കണം. ഉറച്ച തീരുമാനത്തില് ദാവീദ് നിന്നതുകൊണ്ട് ദാവീദിനെ വിജയം വരിക്കുവാനായി തീർന്നു. നോക്കണം, ഇങ്ങനെ ഇവിടെ ശൗലിനോട് പറഞ്ഞപ്പോൾ ശൗൽ എന്ത് ചെയ്യുന്നറിയാമോ?
ശൗൽ ദാവീദിനോട് നോക്കണം ഇവിടെ ശൗൽ തന്റെ പടയെങ്കിലും ദാവീദിനെ ധരിപ്പിച്ചു. 38-ാമത്തെ വാക്യം. ശൗൽ തന്റെ പടയെങ്കിൽ ദാവീദിനെ ധരിപ്പിച്ചു. അവന്റെ തലയില് താമ്ര ശിരസ്ത്രം വെച്ചു, തന്റെ കവചവും അവനെ ഇടിപ്പിച്ചു. പടയെങ്കിൽ അവന്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി. അപ്പോ ഒരു യുദ്ധത്തിന് ഒരു യോദ്ധാവ് എങ്ങനെയാണോ പുറപ്പെടുന്നത് അതുപോലെ ചെയ്തു ആക്കി മാറ്റുകയാണ് ആരെ? ദാവീദിനെ അങ്ങനെയാക്കി അല്ലെ? പടയെങ്കിൽ ധരിപ്പിച്ചു. പിന്നെ ചെയ്തു അവനെ ഒരു യോദ്ധാവ് എങ്ങനെ ആണോ പോകുന്നത് ആ രൂപത്തിൽ ആക്കി മാറ്റുകയാണ്. എന്നാൽ ചെയ്തു ഇതെല്ലാം ഇട്ടുകൊണ്ട് ദാവീദ് നടക്കുവാൻ തുടങ്ങിയപ്പോൾ ദാവീദ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സാധനങ്ങൾ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ? നടക്കാൻ നോക്കി. എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട് ഞാൻ ശീലിച്ചിട്ടില്ലായാല് ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവൻ ചെയ്തു പതുക്കെ ഉരി വെച്ചു. ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എനിക്കൊരിക്കലും യുദ്ധത്തിന് പോകാൻ തക്കണം പറ്റത്തില്ല. കാര്യം എനിക്കത് പഴക്കമില്ല. ഞാൻ ആദ്യം കഴിയുകയാണ്. നടന്നു നോക്കി, രക്ഷയില്ല. എന്ത് ചെയ്തു? ഇത് പതുക്കെ ഊരി വെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല്, ഒരു ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനെ തോൽപ്പിക്കാൻ തക്കവണ്ണം പോകുന്ന 5 കല്ല്. എന്തിനാ 5 കല്ലെടുത്തത്? 5 കല്ലെടുത്തതിനാ ഗോലിയാത്തിനെ കൂടാതെ 4 സഹോദരനും കൂടി ഉണ്ടായിരുന്നു. അവര് വരുമ്പോ അവർക്കും വേണ്ടി ഇവിടെ കണക്കാക്കേണ്ടത് ചെയ്തത് കല്ലെടുത്തത്. അങ്ങനെ 5 കല്ലും എടുത്തുകൊണ്ട് ചെയ്തു പോവുകയാണ്. അവൻ തന്നെ വടിയെടുത്തു. ഒരു ചെറിയ വടിയും ഒരു യോദ്ധാവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്നത് ഒരു വടിയുമായിരുന്നു. പക്ഷെ അവന്റെ മനസ്സ് എന്തായിരുന്നു? ദൈവത്തിന്റെ സാമീപ്യം എന്നോട് കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല, ദൈവം നീയും പ്രവർത്തിക്കുമെന്നതായ ഒരു വലിയ ചിന്ത അവനുണ്ടായിരുന്നു. എന്നിട്ടോ എടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു. ഇടയസംശിയായ പൊക്കണത്തിലിട്ടു. ഈ ഇടയന്മാരെ കാട്ടിലേക്ക് പോകുമ്പോ ഒരു പൊക്കണം ഉണ്ടായിരിക്കും. അതിന്റെ പൊക്കണം എന്ന് പറയുന്നില്ലേ, അങ്ങനെയാണ് മനസ്സ് പറയുന്നത്. അതിൽ കല്ലെടുത്തിട്ട് പൊക്കണത്തിലിട്ടു. കയ്യിലെ കവണയുമായിട്ട് ചെയ്തു ഫെലിസ്ത്യനോട് അടുത്തു. എന്നിട്ടോ ഫെലിസ്ത്യനും ദാവീദിനോട് അടുത്തു. പരിചക്കാരനും അവന്റെ മുമ്പേ നടന്നു. ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ ചെയ്തു നിന്ദിച്ചു. ദാവീദിനോ ഈ ഗോലിയാത്തോട് യുദ്ധം ചെയ്യാൻ വരുന്നതായ ആളെ കണ്ടിട്ട് എന്ത് ചെയ്തു അറിയാമോ? ഗോലിയാത്ത് അവനെ പരിഹസിക്കാനും രാഗുവാനും തുടങ്ങിയെന്നാണ് പറയുന്നത്. നിന്ദിച്ചു. ഒരു നല്ല മനുഷ്യനെ എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഇസ്രായേലിൽ ആളില്ലായിരുന്നു എന്നുള്ള രൂപത്തിൽ ചെയ്തു സംസാരിക്കാൻ തുടങ്ങി അല്ലെ? ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴങ്ങളുള്ളവനും കോമളനുവനും നല്ല മനോഹരരൂപിയായ ഒരു ബാലനിൽ നിന്ന് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന അങ്ങനെ വടിയും കൊണ്ടുവരികയാണ്. അപ്പോൾ ഫെലിസ്ത്യൻ എന്ന് പറഞ്ഞറിയാമോ? ഫെലിസ്ത്യൻ ദാവീദിനോട് നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. നീ ആട്ടിപ്പൊടിക്കാൻ നടക്കണം, വടി കൊണ്ടുവരാൻ ഞാൻ എന്താ പട്ടിയാണെന്ന് ചോദിച്ചു. എന്നിട്ടോ തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു പറഞ്ഞു. അവന്റെ ദേവന്മാരെ വെച്ചുകൊണ്ട് ചെയ്തു ദാവീദിനെ ശപിക്കാൻ തുടങ്ങി. ശപിച്ചു. എന്നിട്ടോ ഫെലിസ്ത്യൻ പിന്നെ ദാവീദിനോട് ഇങ്ങോട്ട് വാങ്ങി, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുവെന്ന് പറഞ്ഞു. നീ ഇങ്ങോട്ട് വാ, എന്നെ പരാജയപ്പെടുത്തുവാൻ, എന്നെ തോൽപ്പിക്കുന്ന തോണം നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ആര് മനസ്സിൽ കരുതി? ആര്? ഗോലിയാത്ത് മനസ്സിലങ്ങ് ചിന്തിച്ച് കാണും അല്ലേ? നോക്കണം. എന്നിട്ട് എന്തെന്നറിയാമോ? തന്റെ വടിയെടുത്ത് നീതു തോട്ടിൽ നിന്ന് മിനുസമുള്ള കല്ലും കരസ്ഥമാക്കി വെക്കുകയാണ്. യുദ്ധത്തിന് തയ്യാറായി എങ്ങനെ നോക്കുകയാണ്. 45-ാമത്തെ വാക്യം ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തില് നിന്റെ നേരെ വരുന്നു. ആ സമയത്താണ് ദാവീദ് ഈ വാക്യം ഉപയോഗിച്ചത് അല്ലേ? ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്.
നീയോ വലിയ ബലശാലി, ആരും ഭയപ്പെടുന്ന രൂപമുള്ളതായ ആള്. ഞാൻ ഒരു സാധാരണ മനുഷ്യൻ, ഒരു ബാലൻ നിന്റെ അടുക്കൽ വരുന്നത് ദൈവത്തിന്റെ നാമത്തിലാണ്. പിന്നെ പറഞ്ഞു യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ നേരിടുന്നു, ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിന്റെ ദൈവം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും എന്ന് പറഞ്ഞു. വലിയൊരു മല്ലനായ മനുഷ്യനെ തോൽപ്പിക്കാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്തത് ഒരു നിസ്സാര മനുഷ്യനെ അല്ലേ? ദൈവത്തിന് സാധ്യമായതൊന്നുമില്ല. മനുഷ്യന് സാധ്യം, ദൈവത്തിന് സകലവും സാധ്യം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യനെ പരാജയപ്പെടുത്തുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു സാധാരണ മനുഷ്യനെ അല്ലേ? ഒരു യുദ്ധവീരനല്ലാത്ത അല്ലേ, കാട്ടിൽ ആട് മേടിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ചെയ്തു ഈ മഹാമലനായ മനുഷ്യനെ നശിപ്പിക്കാൻ നടക്കുന്ന ദൈവം ചെയ്തു തെരഞ്ഞെടുത്തു. ദൈവത്തിനാണെങ്കിൽ അവനേക്കാളും ഭീകരനായ ഒരു മനുഷ്യനെ കണ്ടെത്തി അവരുടെ യുദ്ധം ചെയ്യിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ഒന്നുമല്ലാതെ കാണിക്കുന്ന ദൈവം ചെയ്തു ഒരു നിസ്സാര മനുഷ്യൻ ചെയ്തു തിരഞ്ഞെടുത്തു എന്ന് കാണുവാൻ സാധിക്കുന്ന പ്രിയമുള്ളവരെ. അതിനാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായിട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമായി തീരുമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നോക്കണം, ഇവന്റെ സ്വഭാവം. ഇവൻ കുഞ്ഞുനാളിൽ എന്ത് ചെയ്തു? ഒരു കരടിയെയും ഒരു സിംഹത്തെ എന്ത് ചെയ്തു? സ്വന്തമായി അടിച്ച് കൊല്ലുവാനായിട്ട്. ഒരു സിംഹത്തെ സംബന്ധിച്ചിടത്തോളം 12 മനുഷ്യ ശക്തി ഉണ്ടെന്ന് പറയുന്നത്. 12 മനുഷ്യന്റെ ശക്തി ഒരു സിംഹത്തിന് ഉണ്ട്. അങ്ങനെയാകുമെങ്കിൽ ഈ ഒരു സിംഹത്തെ കൊല്ലുവാൻ തക്കവണ്ണം ഇത്രയും ധൈര്യം ഈ ഭാഗം കാണിച്ചുവെങ്കിൽ അവനെന്ത് ചെയ്യാൻ സാധിക്കും? ദൈവിക ശക്തിയാലും വാൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. അങ്ങനെ എന്ത് ചെയ്തു? ഇവർ പാഞ്ഞെടുക്കുവാൻ ഇടയായിരുന്നു. യുദ്ധത്തിന് വേണ്ടി രണ്ടുപേരും പാഞ്ഞെടുത്തു. ഓടുന്നതിന് എന്ത് ചെയ്തു? ഫെലിസ്തീനെ ചെയ്തു കൊല്ലുവാൻ തക്കവണ്ണം തന്റെ സൂക്ഷിച്ചിരുന്നതായ ഒരു കല്ല് എന്ത് ചെയ്തു? സാധാരണ ഈ കവണികൾ വെക്കുന്ന കല്ല് തുണിയും വലിയ കല്ലായിരിക്കും. ഒരു ചെറിയ കല്ല് അല്ലേ? ചെറിയ കല്ലാണ് സാധാരണ കവണയിൽ വെക്കുന്നത്. ആ ഒരു ചെറിയ കല്ല് കൊണ്ട് താമ്ര ശിരസ്ത്രം ഇട്ടിരുന്നതായ ആ താമ്ര ശിരസ്ത്രത്തെയും ഭേദിച്ചുകൊണ്ട് ചെയ്തു ആ കല്ല് തന്നെ നെറ്റിയെ ചെയ്തു പൊട്ടിക്കൊണ്ട കൊണ്ടിടയിട്ട് ഒറ്റ അടിക്ക് എന്ത് ചെയ്തു? ഗോലിയാത്ത് നിലംപതിക്കുന്നിടയിട്ട് വാളെടുത്ത് വെട്ടി അവന്റെ തലയെ ചെയ്തു ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കി. അവനെ സംരക്ഷിച്ചത് ആര്? ദൈവം. അവനെ സഹായിച്ചത് ദൈവമാണ്. അവനോട് കൂടെ ദൈവത്തിന്റെ സാമീപ്യം ഉണ്ടായിരുന്നു എന്ന് അവന് പരിപൂർണമായിട്ടും അറിയാമായിരുന്നു. ഇവിടെ ജയാളിയായ ദാവീദിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോ ദാവീദ് ജയാളിയാകുവാൻ തക്കവണ്ണം ഒരു 5 കാരണം ഉണ്ടായിരുന്നു. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. 2, ദൈവശക്തിയിലുള്ളതായ വിശ്വാസം ദാവീദിന് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് എനിക്കറിയാം. ദൈവം എന്നെ സംരക്ഷിക്കും, ദൈവം എന്നെ സഹായിക്കും, എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളതായ ഒരു വിശ്വാസം അതുണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു. 3-ാമത്തെ കാരണം, തന്റെ ദൈവത്തെ നിന്ദിച്ചതിനുള്ളതായ വെറുപ്പ്. നിന്ദിച്ച് പറയുകയാണല്ലേ, അത് നിന്ദിച്ച് പറയുകയാണ്. ഇസ്രായേൽ നിന്ദിച്ചു. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ദാവീദിന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അപ്പോ തന്റെ ദൈവത്തെ നിന്ദിച്ചതിനുള്ളതായ വെറുപ്പ് അതാണ് കൂടുതൽ വീര്യം ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് കഴിയുമെന്നുള്ളതായ ഉറച്ച തീരുമാനം. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കുകയാണെങ്കിൽ പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കത് കഴിയത്തില്ല എന്നാണ്. പക്ഷേ ഇവിടെ ദാവീദ് ഉറച്ച തീരുമാനം, എനിക്ക് കഴിയും. വലിയ കാര്യമാണെങ്കിലും അതെനിക്ക് കഴിയും. എന്നെ ആര് സഹായിക്കും? ദൈവം എന്നെ സഹായിക്കും. അതുകൊണ്ട് നിസ്സാരമായിട്ട് എനിക്ക് ഈ കാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് ദാവീദ് ഉറച്ച് വിശ്വസിച്ചിരുന്നു. പിന്നെ 5-ാമത്തെ കാര്യം, യുദ്ധം ദൈവത്തിനുള്ളത്. ആകയാൽ എനിക്ക് വേണ്ടി ദൈവം ചെയ്യും, യുദ്ധം ചെയ്യുമെന്ന് ആര് വിശ്വസിച്ചിരുന്നു? ദാവീദ് വിശ്വസിച്ചിരുന്നു. അതാണ് ദാവീദിന്റെ ജയത്തിന് കാരണമായി മാറിയത്. അല്ലെങ്കിൽ ഇത്രയും പോരാളിയായിട്ട് മനുഷ്യനെ ഒരു ചെറിയ കല്ലുകൊണ്ട് ഒരിക്കലും കൊല്ലുബന്ധത്തോളം സാധ്യമുള്ള കാര്യമില്ല. അവന്റെ അചഞ്ചലമായ വിശ്വാസം അവനെ ചെയ്തു വിജയശ്രീലാളിതനാക്കി, ജയാളിയാക്കി മാറ്റി. എങ്കിലും പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, നമുക്ക് വലിയൊരു പോരാട്ടം കൂടിയുണ്ട്. ഇത്രയും പോരാളിയായ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ തക്കവണ്ണം ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ നമുക്കും വലിയൊരു പോരാട്ടം ഈ ലോകത്തിലുണ്ട്.
നമുക്ക് പോരാട്ടമുള്ള ആരോടാണ്? സാത്താനോട്. നമ്മുടെ സഹോദരനോടല്ല നമുക്ക് പോരാട്ടമുള്ളത്. നമ്മുടെ സഹോദരങ്ങളോടോ നമ്മുടെ ബന്ധുമിത്രാദികളോടോ നമ്മുടെ ചർച്ചക്കാരോടോ അല്ല. പിന്നെ നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? സാത്താനോടും അവന്റെ ദുഷ്ടാത്മ സേനയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഈ പോരാട്ടം ഗോലിയത്തിനേക്കാളും ശക്തനായ വ്യക്തിയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ആരോട്? സാത്താനോട്. നമുക്കും വലിയൊരു പോരാട്ടത്തിന്റെ മധ്യയാണ് ഞാൻ നിങ്ങൾ. ഈ പോരാട്ടത്തിന് നമുക്ക് ജയം വരിക്കണമെങ്കിൽ ഇവിടെ ശൗല് ദാവീദിനോട് ചെയ്തു ശരീരത്തില് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൊടുത്തുവെങ്കിൽ നമുക്കിത് ഇട്ടുകൊണ്ട് പോരാടാൻ പറ്റില്ല. ആരോട്? സാത്താനോട് നമുക്ക് പോരാടി ജയിക്കാൻ പറ്റത്തില്ല. കാര്യം ഗോലിയാത്തിനേക്കാളും ശക്തനാണ് ആര്? പിശാച് പറയുന്നത്. എന്നാൽ ഈ പിശാചിനോട് പോരാടണം ദൈവം ചില ആയുധങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ പാപലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ആയുധം ഇല്ല എങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. ഈ ലോകത്തില് പരാജയരായി മാറും. അതുകൊണ്ട് ഈ ആയുധം നമുക്ക് വേണം. ഏതൊക്കെയാണ് ആയുധം? എഫെസ്യർക്ക് ലേഖനം വായിക്കുമ്പോൾ, എഫെസ്യർ 6:12-17 വാക്യം വായിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒന്ന്, ശ്രദ്ധിക്കണം. ആരൊക്കെ സത്യം കേട്ടണം? ആരൊക്കെ എന്ത് ചെയ്യണം? സത്യമുള്ളവരായിരിക്കണം. നാം ജീവിതത്തിൽ സത്യമുള്ളവരായിരിക്കണം. മോഷ്ടാക്കളല്ല, പിന്നെ സത്യമുള്ളവരായിരിക്കണം എന്ന് പറയുന്നു. ഈ ലോകത്തിൽ നമുക്ക് ജയം വരിക്കണമെങ്കിൽ, പിശാചിനോട് പോരാടി ജയം കരസ്ഥമാക്കണമെങ്കിൽ നാം സത്യമുള്ളവർ ആയിരിക്കണം. ആരൊക്കെ ചെയ്യണം? സത്യം കെട്ടണം. നീതി എന്ന കവചം ധരിക്കണം. നീതിയുള്ളവരായിരിക്കണം. ജീവിതത്തിൽ നമ്മൾ നീതിയുള്ളവരായിരിക്കണം. പിന്നെന്താ പറയുന്നത്? സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കണം. സുവിശേഷം ചെയ്യാൻ വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി പോകാൻ എന്ത് ചെയ്യണം? ഒരുക്കം കാലിന് ചെരിപ്പാക്കണം. പിന്നെ വിശ്വാസം എന്ന പരിചയം വേണം. നമ്മുടെ പരിചയം എന്താണ്? വിശ്വാസം. വിശ്വാസം എന്ന പരിചയം ഉണ്ടായിരിക്കണം. രക്ഷ എന്ന ശിരസ്ത്രം ഉണ്ടായിരിക്കണം. ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ നമുക്ക് ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ പൂർണ്ണമായ ഒരു സ്ഥിരത. വല്ലപ്പോഴും പ്രാർത്ഥിക്കല്ല, പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ ഇത്രയും ആയുധം, ഈ 7 ആയുധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് ജയിക്കുന്നതുകൊണ്ട് സാധ്യമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെയും ഈ ലോകത്തില് പരാജിതരായി പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം ഈ ആയുധം നമുക്ക് വേണം, അല്ലേ? മല്ലനായ ഗോലിയാത്തിനെ നശിപ്പിക്കാൻ തക്കവണ്ണം ദൈവം ഒരു കല്ല് ഉപയോഗിച്ചുവെങ്കിൽ നമുക്ക് ഈ പാപലോകത്തിൽ പിശാചിനോട് പോരാടി രക്ഷ പ്രാപിക്കാൻ തക്കവണ്ണം ഈ ആയുധം നമുക്ക് ഉണ്ടായിരിക്കണം. ഒന്നുകൂടി പറയാം. ആരൊക്കെ സത്യം കേൾക്കണം, നീതി എന്ന കവചം ധരിക്കണം, സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കണം, വിശ്വാസം എന്ന പരിചയം ഉണ്ടായിരിക്കണം, രക്ഷ എന്ന ശിരസ്ത്രം ഉണ്ടായിരിക്കണം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ ഉണ്ടായിരിക്കണം, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് രക്ഷ കരസ്ഥമാക്കാൻ തക്കവണ്ണം കഴിയും. പ്രിയമുള്ളവരെ, ഇല്ലായ്മയും ഈ ലോകത്തിൽ പരാജയപ്പെട്ടവരായി മാറിപ്പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം ഈ 2026 പുത്തൻ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്, പുത്തൻ ആശയങ്ങൾ എടുത്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.